ഖത്തറിൽ ട്രാഫിക് പിഴകൾ, ഗതാഗത നിയമങ്ങൾ, വാഹന ലൈസൻസിംഗ് നിയമങ്ങൾ തുടങ്ങിയവയിൽ സമഗ്ര ഭേദഗതികൾ പ്രഖ്യാപിച്ച് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഇവയിൽ ചില നിയമങ്ങൾ മെയ് 22 മുതൽ പ്രാബല്യത്തിൽ വന്നു. മറ്റു ചില നിയമങ്ങൾ ജൂൺ 1, സെപ്റ്റംബർ 1 തീയതികളിൽ നിലവിൽ വരും. ട്രാഫിക് ലംഘനങ്ങൾക്കുള്ള പിഴ ഇനത്തിൽ കുടിശ്ശികയുള്ള വ്യക്തികൾക്കും വാഹനങ്ങൾക്കും യാത്രാ നിരോധനം, ട്രാഫിക് ലംഘനങ്ങൾക്കുള്ള പിഴയിളവ് അനുവദിക്കൽ, വാഹന ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ, 25ലധികം യാത്രക്കാരുള്ള ബസ്സുകൾക്കുള്ള ലെയിൻ മാറ്റം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതാണ് പുതിയ വ്യവസ്ഥകൾ. പുതിയ നിയമപ്രകാരം 2024 സെപ്റ്റംബർ 1 മുതൽ ട്രാഫിക് പിഴകളും കുടിശ്ശികയും അടയ്ക്കാതെ വ്യക്തികൾക്കോ വാഹനങ്ങൾക്കോ രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ കഴിയില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ ബ്രിഗേഡിയർ അബ്ദുള്ള ഖലീഫ അൽ മുഫ്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതുപ്രകാരം ട്രാഫിക് നിയമലംഘകർക്ക് കര, വായു, കടൽ അതിർത്തികൾ വഴി യാത്ര ചെയ്യണമെങ്കിൽ കുടിശ്ശിക സഹിതം ട്രാഫിക് പിഴകൾ അടയ്ക്കണം. മെട്രാഷ് 2 ആപ്പ്, ആഭ്യന്തര മന്ത്രാലയം വെബ്സൈറ്റ്, ട്രാഫിക് വിഭാഗം ഓഫീസുകൾ, ഏകീകൃത സേവന കേന്ദ്രങ്ങൾ എന്നിവ വഴി പിഴകൾ അടയ്ക്കാം. ന്യൂസ് ഡെസ്ക്, സഹിയ ന്യൂസ്, ദോഹ. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലെ രേഖകൾ ഡിജിറ്റൽവൽക്കരിക്കുന്നു. 2.5 ലക്ഷത്തോളം A4 പേജുകളിലെ വിവരങ്ങളാണ് ഡിജിറ്റൽവൽക്കരിക്കുന്നത്. വീണ്ടെടുക്കാൻ കഴിയുന്ന വിധം ഡിജിറ്റലാക്കാൻ സാധിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഇതിനായി കോൺസുലേറ്റ് ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽവൽക്കരണത്തിനുള്ള യന്ത്രങ്ങൾ, സ്കാനറുകൾ ഉൾപ്പെടെ ആവശ്യമായ മുഴുവൻ ചെലവ് വിവരങ്ങളും ടെൻഡറിൽ ഉൾപ്പെടുത്തണം. ന്യൂസ് ഡെസ്ക്, സഹിയ ന്യൂസ്, ദുബായ്. ദുബായിൽ ബുധനാഴ്ച രാവിലെ മെട്രോയുടെ റെഡ് ലൈൻ സർവീസ് 2 മണിക്കൂർ നേരം തടസ്സപ്പെട്ടതായി റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു. അൽഖൈനും UAE എക്സ്ചേഞ്ചിനും ഇടയിലുള്ള സർവീസിലാണ് രാവിലെ 6:19 തടസ്സപ്പെട്ടത്. തുടർന്ന് ഇരു സ്റ്റേഷനുകൾക്കിടയിലും യാത്രക്കാർക്ക് ബദൽ സർവീസ് ഏർപ്പെടുത്തിയിരുന്നു. 2 മണിക്കൂറിനുള്ളിൽ സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തതായി RTA അറിയിച്ചു. അതേസമയം ട്രെയിൻ വൈകിയതിന് പിന്നിലുള്ള കാരണം അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ശക്തമായ മഴയെ തുടർന്ന് സർവീസ് നിർത്തിവെച്ച 4 മെട്രോ സ്റ്റേഷനുകളിലും 3 മെയ് 19 പുനരാരംഭിച്ചത്. എനർജി മെട്രോ സ്റ്റേഷൻ മെയ് 28 സർവീസ് പുനരാരംഭിക്കുമെന്ന് RTA അറിയിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, സഹിയ ന്യൂസ്, ദുബായ്. ദുബായിൽ ഗ്ലോബൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികവ് തെളിയിച്ച് ഇന്ത്യക്കാർ. നിർമ്മിത ബുദ്ധി മേഖലയിലെ കഴിവ് തെളിയിക്കാനുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത മത്സരത്തിലാണ് 3-ൽ 2 അവാർഡുകളും ഇന്ത്യക്കാർ സ്വന്തമാക്കിയത്. കോഡിംഗ്, ലിറ്ററേച്ചർ, ആർട്ട് എന്നിങ്ങനെ 3 ഭാഗങ്ങളിലായി 10 ലക്ഷം ദിർഹം സമ്മാനത്തുകയുള്ള മത്സരമായിരുന്നു നടന്നത്. ഇതിൽ കോഡിംഗ് കാറ്റഗറിയിൽ ഇന്ത്യക്കാരനായ അജയ് സിറിലും ലിറ്ററേച്ചർ വിഭാഗത്തിൽ ആദിത്യ നായരും വിജയികളായി. അജയ് സിറിൽ കോഴിക്കോട് IIM പൂർവ്വ വിദ്യാർത്ഥിയാണ്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തിമിൽ നിന്നാണ് ഇവർ അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. 100 രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലെ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകളുടെ പ്രകടനത്തിനാണ് മത്സരം സാക്ഷ്യം വഹിച്ചതെന്ന് ഷെയ്ഖ് ഹംദാൻ ചടങ്ങിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹിയ ന്യൂസ്, ദോഹ, ദുബായ്. ദുബായിൽ 10 ലക്ഷം പേർക്ക് AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ പരിശീലനം നൽകുന്ന വൻ പദ്ധതി പ്രഖ്യാപിച്ച് ദുബായ്. ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതി 3 വർഷത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും അറിയിച്ചു. സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകുന്നത് സർക്കാരുകളുടെയും സമൂഹത്തിന്റെയും വിജയത്തിന് അനിവാര്യമാണെന്ന് ഷെയ്ഖ് ഹംദാൻ പ്രസ്താവിച്ചു. മുമ്പ് കോഡിംഗിന് ആവശ്യക്കാരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഏറ്റവും പ്രധാന കഴിവുകളിലൊന്നായി മാറിയിരിക്കുന്നു. ആഗോള സാങ്കേതിക പരിവർത്തനത്തെ സഹായിക്കുന്ന വൈദഗ്ധ്യവും നൈപുണ്യവും വികസിപ്പിച്ച് നവീകരണത്തിന്റെ മുൻനിരയിൽ ദുബായിയെ എത്തിക്കാനും നിർമ്മിത ബുദ്ധി യുഗത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടരാനുമാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രഖ്യാപന ചടങ്ങിൽ ഗ്ലോബൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവരെ ഷെയ്ഖ് ഹംദാൻ ആദരിച്ചു. ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷനും ദുബായ് സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ചേർന്നാണ് ചടങ്ങ് ഒരുക്കിയത്. ന്യൂസ് ഡെസ്ക്, സഹിയ ന്യൂസ്, ദുബായ്. വിസിറ്റ് വിസയിൽ ഗൾഫ് എയറിന്റെ ടിക്കറ്റിൽ ബഹ്റൈനിൽ വരുന്നവർക്ക് മടക്ക ടിക്കറ്റും ഗൾഫ് എയർ തന്നെ എടുക്കണമെന്ന് അധികൃതർ.
മറ്റു എയർലൈനിന്റെ റിട്ടേൺ ടിക്കറ്റ് അനുവദിക്കില്ലെന്നാണ് ഗൾഫ് എയർ അറിയിച്ചിരിക്കുന്നത്. മറ്റ് എയർലൈനിന്റെ ടിക്കറ്റുമായി വരുന്നവർക്ക് ബോർഡിംഗ് അനുവദിക്കുകയില്ലെന്നും ട്രാവൽ ഏജന്റുമാർക്ക് നൽകിയ അറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മനാമ.